സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് ഗൂഗിള്, യൂട്യൂബ് എന്ന പോലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് സംഭവങ്ങൾ സെർച്ച് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ സേവായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തു എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും, യൂട്യൂബ് ആണെങ്കിലും. അപ്പോൾ ആ സെർച്ചിങ് നമ്മൾ എങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്, ഗൂഗിളിൻ്റെ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കിയാലും പിന്നെ ആർക്കും ഒന്നും അത് കാണാൻ പറ്റില്ല. അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയതായാലും യൂട്യൂബിൻ്റെ ആണെങ്കിലും നമ്മൾ ടൈം ലൈനിലെ ലൈവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അതിൽ എന്ത് ചെയ്യാം, കാണാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനത് തുടർന്ന് അതെങ്ങനെ കാണിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായി എന്ത് ചെയ്യാം, ഗൂഗിള് തൊടുക. ഗൂഗിൾ തൊട്ടിട്ട് അഡ്രസ് ബാറിൽ മൈ ഗൂഗിൾ ആക്ടിവിറ്റി ഓൾറെഡി ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, താഴെ കണ്ടോ, മൈ ഗൂഗിൾ ആക്ടിവിറ്റി. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് എന്താ ഫസ്റ്റത്തെ സംഭവം ഉണ്ട്, മൈ ഗൂഗിൾ ആക്ടിവിറ്റി. അതിൽ തൊടുക. അതിൽ തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഉണ്ട്. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ ഗൂഗിൾ ആക്ടിവിറ്റി, ഗൂഗിളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്തെന്നുണ്ടെങ്കിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അത് ഓണാണ്, ടൈം ലൈന് ലൈവിലുള്ള സംഭവങ്ങൾ ഓണാണ്, യൂട്യൂബ് ഹിസ്റ്ററി. അപ്പോൾ ഈ 3 സെറ്റിങ്സുകൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം ഇപ്പോൾ എൻ്റെ ഇതിൽ ഓണായി കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഞാനങ്ങനെ മൊബൈൽ അധികം, അപ്പോൾ മൊബൈലിൽ വേറെ ആളുകൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് സെർച്ച് ചെയ്ത സംഭവങ്ങൾ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര പരിപാടിയുള്ളൂ. ഈ ടേൺ ഓഫ് ചെയ്യുക. ഓക്കെ, ഇത് ടേൺ ഓഫ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇത് റീഡ് ചെയ്തിട്ട് കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് ചെയ്യുക. അതേപോലെ ടൈം ലൈനിൽ ഇത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഓഫ് ഉണ്ടാവും. അതേപോലെ യൂട്യൂബ് ഹിസ്റ്ററി ഇതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ വേറെ ആളുകൾക്ക് നമ്മൾ എന്ത് ചെക്ക് ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ ആക്ടിവിറ്റീസ് കാണാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആളുകൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി